ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 6 ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. We have arrived at conclusions about the shape of Earth through various observation and experiments. പല എക്സ്പീരിമെൻസിലും നിരീക്ഷണത്തിലൂടെയൊക്കെ നമ്മത്തിൻ്റെ ഷേപ്പൊക്കെ മനസ്സിലാക്കി. നൗ ഡേയ്സ് വി ഹാവ് മെനി സയൻറ്റിഫിക് എവിഡൻസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് എർത്ത് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ. നെയിം ദിസ് സ്ഫെറിക്കൽ ഷേപ്പ്. ഷേപ്പിൻ്റെ പേരെന്താണ്? ഭൂമിയുടെ ഷേപ്പിൻ്റെ പേരെന്താണ്? എന്താണ് ഈ ജിയോയിഡ്? എന്താണ് ജിയോയിഡ്? JEOID, ജിയോയിഡ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. സം കൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു ദ ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദീസ് കൺസെപ്റ്റ് ഫ്രം ഏൻഷ്യൻറ്റ് ടു മോഡേൺ. ഗ്രീക്ക് ഫിലോസഫർ Pythagoras and Aristotle established that earth is spherical in shape. Thales believed that earth is spherical, that floats on water. Magellan's voyage round the world proved the earth is spherical in shape. Aryabhatta strongly believed that the shape of earth is spherical and spins on an imaginary axis. അപ്പോൾ ഇതിൽ ആദ്യം കണ്ടുപിടിച്ചത് അതിൻ്റെ ക്രമത്തിൽ എഴുതാനാണ്. ആദ്യം എന്താണ് സംഭവിച്ചത്? തേൽസ് ബിലീവ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്ഫിയർ ഫ്ലോട്ടിംഗ് ഓവർ വാട്ടർ. രണ്ടാമതായി എഴുതേണ്ടത് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് ഹാവിങ് സ്ഫെറിക്കൽ ഷേപ്പ്. അതിനുശേഷമാണ് ആര്യഭട്ട ബിലീവ്ഡ് എർത്ത് ഈസ് ഹാവിങ് സ്ഫെറിക്കൽ ഷേപ്പ് ആൻഡ് ഈസ് റിവോൾവിങ് ഓൺ ഈസ് ആക്സിസ്. അതും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് മെഗല്ലൻ പ്രൂവ്ഡ് ദാറ്റ് എർത്ത് ഈസ് റൗണ്ട് ബൈ ട്രാവലിംഗ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ഹെൽപ്പ് ടു ലൊക്കേറ്റ് പ്ലേസ് ഓൺ എർത്ത്. Read a note prepared by Appu about longitudes. All longitudes have equal length. Longitudes are lines that are drawn joining both poles on the globe. The longitudes along the eastern hemisphere are called east longitude, and those along the western hemisphere are called west longitudes. Longitudes are drawn vertically over the latitudes. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ലോങ്ങിറ്റ്യൂഡ്സിനെ കുറിച്ചാണ് ഇവിടെ വിവരിച്ചത്. ഇനി ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി പറയാനാണ്. ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സെൻറ്റർ. ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സെൻറ്റർ. The latitudinal line running along the middle of the earth is called the equator. It divides the earth into 2 hemispheres. Activity 3. The house that we build, the dress we wear and the food we eat are not made using the materials from our surroundings. But pygmies totally depend on nature for their living. Pygmies അവരുടെ ജീവിതത്തിനെ മുഴുവനും ആശ്രയിക്കുന്ന അവരുടെ ചുറ്റുപാടുകളെയാണ്. വേർ ഡു പിഗ്മീസ് ലിവ്? പിഗ്മികൾ എവിടെയാണ് ജീവിക്കുന്നത്? എവിടെയാണ്? അറ്റ് കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. നെക്സ്റ്റ്, പ്രിപ്പയർ എ നോട്ട് സ്റ്റേറ്റിംഗ് ദ റിലേഷൻ വിത്ത് നേച്ചർ ഓൺ ദ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ഓഫ് പിഗ്മീസ്. പിഗ്മികൾ ജീവിക്കുന്നത് കോങ്കോ ബേസിൻ ആഫ്രിക്ക. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് നോക്കാം. ദേ മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ഫോറസ്റ്റ്. Hunting is the prime occupation. They build semicircular houses out of branches of trees and leaves. മരങ്ങളുടെ കൊമ്പും ചില്ലകളും കൊണ്ട് അർദ്ധവൃത്തി സെമി സർക്കുലർ ഷേപ്പിലുള്ള വീടുകളാണ് അവർ നിർമ്മിക്കുന്നത്. ദേ റിയലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. അവർ കാടിനെ സ്നേഹിക്കുകയും അതേപോലെ തന്നെ അതിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കസാഫ ഈസ് ദെയർ സ്റ്റേപ്പിൾ ഫുഡ്. അവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്താണ്? കസാവയാണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ് പിഗ്മീസിനെ കുറിച്ച് എഴുതാം? ദേ മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ഫോറസ്റ്റ്. ഹണ്ടിങ് ഈസ് ദ പ്രൈം ഓക്യുപ്പേഷൻ. ദേ ബിൽഡ് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ്. ദേ റിയലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. കസാവ ഈസ് ദെയർ സ്റ്റേപ്പിൾ ഫുഡ്. Activity 4. The climate and flora and fauna in deserts have its own innate features.
A fruit which grows in desert in commonly availed in Kerala. Name the fruit. അപ്പോൾ ഡെസേർട്ടിൽ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്നതാണ്. അത് ഏതായിരുന്നു? ഡേറ്റ്സ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻ ഇൻ ഡെസേർട്സ്? ഡിസ്ക്രൈബ് ദ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഇൻ ഡെസേർട്സ്. Activity 5. Medieval period in India contributed a lot to the sculptures and architecture. Now they are the symbols of the rich and diverse cultural tradition of India. Name the two most significant movements in the field of literature at that time. ഏതൊക്കെയാണ്? Bhakti movement and Sufi movement. Okay. What are some of the silent features found in the poems at that time? Some of the silent features found in the poems at that time. ആ സമയത്തുള്ള പോയംസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? The poet of Bhakti movement wrote in the language of common people. സാധാരണക്കാരുടെ ഭാഷയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മലയാളം മീൻസ് ഓൾസോ എ ലാംഗ്വേജ് വിച്ച് ഇസ് ഡെവലപ്ഡ് ത്രൂ ദിസ് മൂവ്മെൻറ്റ്. നെയിം ദ ഫേമസ് പോയറ്റ് ഹു ഈസ് ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഓക്കെ. ഡി. നെയിം എനി വൺ ഓഫ് ഇസ് മേജർ വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ പേര് എഴുതാൻ എന്താണ്? അധ്യാത്മ രാമായണം, മഹാഭാരതം, ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. Activity 6. A new style of architecture developed during Sultanate period. This was also Indo-Islamic style of architecture. From which countries were the skilled architects brought to India for this? ഇപ്പോൾ ഇൻഡോ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആ സമയത്ത് സൾത്തനേറ്റ് പീരീഡിലുണ്ടായ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ്. അത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് അതിനുള്ള ആൾക്കാർ സ്കിൽഡ് ആർക്കിടെക്റ്റ് കൊണ്ടുവന്നത്? ഏത് രാജ്യത്തു നിന്നാണ്? തുർക്കി ആൻഡ് പേർഷ്യ. എവിടെ നിന്നാണ്? തുർക്കി ആൻഡ് പേർഷ്യ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ഓഫ് ദ മിഡീവൽ പീരീഡ് ആൻഡ് ഓൺ ഇൻ്റർനെറ്റ് ടു അട്രാക്ട് ഫോറിൻ ടൂറിസ്റ്റ്. വാട്ട് ഡീറ്റെയിൽസ് ഡു യു ഇൻക്ലൂഡ് ദ ഡിസ്ക്രിപ്ഷൻ? അപ്പോൾ അവ സമയത്തിലെ ആർക്കിടെക്ചർ ഫീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? Arcs, domes and minarets were the notable features of this style. Second one, figures of flowers and plants were carved for decorating buildings. Third point, mortar, red sandstones and marbles were used for construction. നാലാമത്തെ, spacious garden were set on the building premises. Skilled architects from Turkey and Persia and ingenious sculptors, laborers and masons together built such wonderful construction. 3 points എഴുതാം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ആർച്ചസ്, ഡോംസ്, ഇതൊക്കെ ആയിരുന്നു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ പ്രധാന പ്രത്യേകത. അതേപോലെ തന്നെ ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഫിഗേഴ്സാണ് ബിൽഡിങ്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ
കുമ്മായം, മാർബിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ എല്ലാ ബിൽഡിങ്ങിനോടും ചേർന്ന് ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തുർക്കി, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സ്കിൽഡ് ആർക്കിടെക്ചറാണ് ഇത്രയും മനോഹരമായ ബിൽഡിങ്സൊക്കെ എടുത്തത്. The Arabs acquired the knowledge on science and technology that originates ancient India. They propagated the concept of zero in Europe, which numerical system of India was propagated by Arabs. Then a decimal system. Okay. Write any two contributions of the Arabs in the field of science and literature. What are the contribution of the Chinese in the field of knowledge during the medieval period? Al-Razi and Ibn Sina were the scholars in the field of medical science. Kitab al-Hawi, written by Al-Razi, is the work on medical science. Al-Qanun is the work of Ibn Sina. Rubaiyat of Umar Khayyam and Shahnama, written by Firdausi, are the remarkable literary works of the period. The famous 1001 Night, Arabian Nights, is another literary contribution of the Arabs. The Arabs acquired knowledge on science and technology that originated in ancient India. They propagated it in Europe. The concept of zero and the decimal systems are the examples of these. Activity 8. Temple arts and ritual arts were formed in the medieval period. Identify and write the art form in picture given below. For first one, Teyyam. Second one, Kathakali. Third one, Ottantullal. Fourth one, Kalametthu Pattu. Classify them into temple arts and ritual arts. ടെമ്പിൾ ആർട്സ് ഏതൊക്കെയാണ്? കൂത്ത്, കഥകളി, കൂട്ടിയാട്ടം. ടെമ്പിൾ ആർട്സ് കൂത്ത്, കഥകളി, കൂടിയാട്ടം. റിച്വൽ ആർട്സ് തെയ്യം, തിറ, കളംപാട്ട്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.